വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെയും കൊണ്ട് പരീശന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഈ കൊണ്ടുവരുന്നവരും ഇതുപോലുള്ള പാപം ചെയ്തിരുന്നതിനാൽ ആ സ്ത്രീയെ ശിക്ഷിക്കണമെന്നല്ലായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. അവർക്ക് യേശുവിനെ നാണം കെടുത്തണമായിരുന്നു, അത്രേ ഉള്ളൂ. എത്ര ബുദ്ധിപൂർവമാകുന്നു യേശു ആ പ്രശ്നം പരിഹരിച്ചതെന്ന് കണ്ടോ. നാണം കെടുത്തുവാൻ വന്നവർ നാണം കെട്ടുപോയി, ശിക്ഷിക്കുവാൻ കൊണ്ടുവന്നവൾ ലക്ഷ്യം വിട്ടു. ഇതത്ര യേശുവിൻ്റെ മഹത്വം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാകുന്നു ഇത്. യേശുവിൻ്റെ രക്ഷിക്കുന്ന ആ സ്നേഹം, അവൻ ഓരോരുത്തരെയും കരുതുന്ന വിധം. എടുത്താട്ടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവവുമായാണ് ഈ 8-ാം അധ്യായം ആരംഭിക്കുന്നത്. താൻ സാധാരണ ചെയ്തു വരുന്നത് പോലെ യോഹന്നാൻ ഇവിടെയും സംഭവത്തെ തുടർന്ന് ഒരു സംവാദം നടക്കുന്നതായി പറയുന്നു. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവളെ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് മതഭരണാധികാരികളും യേശുവും തമ്മിൽ വ്യക്തമായ അന്തരമുണ്ട്. ഈ സംഭവത്തിൽ നിന്നും യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന അതിമഹത്തായ പ്രഖ്യാപനം ഉയരുന്നു. ഇനിയും വേറൊരു കാര്യം, 7-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യം മുതൽ 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെ, അതായത് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ചുള്ള സംഭവം വിശ്വസനീയമായ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ ബൈബിളിൽ ഈ ഭാഗം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിന് മുൻപുള്ള യാതൊരു ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതിയിലും ഇത് കാണുന്നില്ല. 4-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിനു മുൻപ് ഇതിൽ നിന്നും പിതാക്കന്മാരാരും ഉദ്ധരിച്ചിട്ടുമില്ല. എന്നാൽ ഏതാണ്ട് ആ സമയത്ത് ജീവിച്ചിരുന്ന അഗസ്റ്റിൻ പറയുന്നത്, വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കണം എന്ന് ചിന്തിച്ച് ചിലർ ഈ സംഭവത്തെ ആദ്യ കോപ്പികളിൽ നിന്ന് മാറ്റിക്കളഞ്ഞു എന്നത്രേ. വ്യഭിചാരത്തെ ഈ സംഭവം ഒരിക്കലും ന്യായീകരിക്കുകയല്ല, പാപത്തെ ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ്. ഒരു പണ്ഡിതൻ ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതുപോലൊരു സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിന് ചേരുന്നതല്ലെങ്കിലും യേശുവിൻ്റെ സ്വഭാവത്തിന് ചേരുന്നതാണ്. ഇത് ആരെഴുതിയതാണെങ്കിലും സഭാചരിത്രകാലം മുഴുവനും ഈ കഥ ആധികാരികമാണെന്നും സത്യത്തിൻ്റെ ശബ്ദമാണിവിടെ മുഴങ്ങുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ദൈവാത്മപ്രേരിതമായ ദൈവവചനത്തിൻ്റെ ഭാഗമായി ഇതിനെ മനസ്സിലാക്കുവാൻ തക്കതായ എല്ലാ അടിസ്ഥാനങ്ങളും ഈ ഭാഗത്തിനുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യേശുവോ ഒലിവ് മലയ്ക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓർക്കണം, ഇതിൻ്റെ തലേ രാത്രിയിൽ സന്നിധി സംഘത്തിൻ്റെ ഒരു കൂടിവരവ് ഉണ്ടാകുകയും യേശു മശിഹ ആകുന്നുവോ അല്ലയോ എന്ന വിഷയത്തിൽ അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകുകയും ചെയ്തു. നിക്കോദിമോസ് യേശുവിനെ പിന്താങ്ങി സംസാരിച്ചു എന്ന് നാം കാണുന്നു. ആ സംഘത്തിന് ശേഷം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. ഒരൊറ്റയാൾ പോലും യേശുവിനെ തങ്ങളോടുകൂടി ക്ഷണിച്ചില്ല. അതികാലത്ത് യേശു വീണ്ടും യെരുശലേമിലേക്ക് വന്നു. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ ഇരുന്ന് പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. എത്ര മോശമായൊരു പ്രവർത്തനമില്ലേ? ഇതിനേക്കാൾ അപക്വവും മര്യാദ കെട്ടതും മൃഗീയവുമായ വേറെന്ത് ഈ മതഭരണാധികാരികൾക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഭക്തിയുടെ വേഷം ധരിക്കുന്നവർ വഷളായാൽ ഇത്രയാകുമോ? നിങ്ങൾ ആ രംഗം ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ കർത്താവ് ആ ദേവാലയത്തിൻ്റെ പരിസരത്തിരുന്ന് ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ വെളിയിലൊരു കലപില. യേശുവിൻ്റെ പഠിപ്പീര് എല്ലാവരും ശാന്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കും. ഇതാ ആ മതനേതാക്കന്മാർ ഒരു സ്ത്രീയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. അവളുടെ വസ്ത്രം ക്രമത്തിലല്ല, അവളുടെ തലമുടി ആകെ അഴിഞ്ഞു കിടക്കുന്നു. അവൾ അവരെ വെല്ലുവിളിക്കുന്നുണ്ടാകും, എതിർത്ത് സംസാരിക്കുന്നുണ്ടാകും, തള്ളി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ടാകും.
ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടിയിരിക്കുന്ന ജനം സ്വാഭാവികമായി തിരിഞ്ഞു നോക്കി എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുമല്ലോ. യേശു കർത്താവ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിൻ്റെ നടുവിലേക്കാണ് ആ മതനേതാക്കന്മാർ ആ സ്ത്രീയെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത്. അവർ അവളെ തൂക്കിയെടുത്ത് യേശുവിൻ്റെ മുൻപിലേക്ക് ഇട്ടിട്ടാണ് ഈ അപക്വമായ ആരോപണം നടത്തുന്നത്. ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു എന്ന്. അവൾ കുറ്റക്കാരിയാകുന്നു, അതിന് സംശയമൊന്നുമില്ല. അതിനെ ന്യായീകരിക്കുകയാണെന്ന് ഒരിക്കലും കരുതരുത്. അവൾ ചെയ്തത് നീചമായ പാപമായിരുന്നു. നമ്മുടെ കർത്താവ് അതിനെ പാപം എന്ന് തന്നെയാണ് വിളിച്ചത്. അവനൊടുവിലായി ആ സ്ത്രീയോട് പറഞ്ഞത്, പോക, ഇനിയും പാപം ചെയ്യരുത് എന്നത്രേ. ആ കൊണ്ടുവന്നവർക്ക് ന്യായപ്രമാണം വളരെ ഭംഗിയായി അറിയാമായിരുന്നു. ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണമെന്ന് ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് ഇന്നും ഇതുപോലെ സത്യമാകുന്നു എന്ന കാര്യം ആരും മറക്കരുത്. വ്യഭിചാര കുറ്റത്തിനുള്ള ശിക്ഷ ഇന്നും വ്യത്യസ്തമല്ല എന്നോർക്കണം. കുറെ കൂടി കർശനമാണ്. പലരും ചിന്തിക്കുന്നത്, എന്നെ ഇന്ന് കല്ലെറിയുവാൻ ആരുമില്ലാത്തതിനാൽ രക്ഷപ്പെട്ടു എന്നത്രേ. ഇല്ലേ സുഹൃത്തെ, താങ്കൾക്ക് രക്ഷപ്പെടുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ താങ്കളെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അത് മാത്രമാണ് മാർഗം. എന്നാൽ ഈ സംഭവത്തിലെ പുരുഷൻ എവിടെയാകുന്നു? ഏതായാലും വ്യഭിചാര കർമ്മത്തിൽ തന്നെയാണല്ലോ അവർ അവളെ പിടിച്ചത്. പിന്നെ ആ പുരുഷൻ എവിടെ? ആ പുരുഷനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാഞ്ഞതിനാൽ ന്യായപ്രമാണം നടപ്പാക്കണമെന്ന കാര്യമല്ലായിരുന്നു അവരുടെ പ്രധാന താല്പര്യം എന്നുള്ള വസ്തുത തെളിയുന്നു. അവർക്ക് വേറൊരു ലക്ഷ്യമുണ്ടായിരുന്നിരിക്കും എന്നതാണ് സത്യം. യേശുവിനെ കുരുക്കിൽ പെടുത്തുവാനും ഉപദേശം തടസ്സപ്പെടുത്തുവാനുമുള്ള ശ്രമമായിരുന്നു ഇത്. ഇങ്ങനെ ആ സ്ത്രീയെ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നത് ചെയ്യാൻ പാടില്ലാത്ത നിയമവിരുദ്ധമായ ഒരു കാര്യമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിസ്തരിക്കാൻ അവർക്ക് വേറെ കോടതി ഉണ്ടായിരുന്നു. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് അവർ പറഞ്ഞത് അതുപോലെ സത്യമാകുന്നു. അതിനെ വില കുറച്ച് കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. അവളെ കല്ലെറിയണം. ഈ നേതാക്കന്മാർ യേശുവിനെ നല്ല ഒരു വെട്ടിൽ തന്നെയാണ് ആക്കുന്നത്. അവൻ ഒരു വിധത്തിലും രക്ഷപ്പെടരുത് എന്നതത്രേ അവരുടെ ചിന്ത. മോശ പറഞ്ഞിരിക്കുന്നതിനെ അവൻ എതിർക്കുമോ? അവൻ വേറെ വല്ലതും പറയുമോ? വേറെ എന്തെങ്കിലും വിശദീകരണം നൽകുമോ? അവനെ കുരുക്കുവാൻ മാത്രമാണ് അവർ ഈ പ്രശ്നം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഏത് വഴിക്ക് നീങ്ങിയാലും അവർക്കവനെ കുറ്റപ്പെടുത്താം. വാസ്തവത്തിൽ ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അവർക്ക് ആഗ്രഹമില്ല. അവനെ കല്ലെറിയണം എന്ന് മാത്രമാണ് അവരുടെ താല്പര്യം. നമ്മുടെ കർത്താവിന് അതറിയുകയും ചെയ്യാമായിരുന്നു. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല എന്ന് 2-ാം അധ്യായത്തിൻ്റെ, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം പഠിച്ചതാണല്ലോ. ഈ സ്ത്രീയെ കല്ലെറിയണമെന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ പാപികളുടെ സ്നേഹിതൻ എന്ന പേര് അവന് നഷ്ടപ്പെട്ടേനെ. റോമൻ അധികാരത്തോട് മത്സരിക്കുന്നു എന്ന് പറയുവാൻ ഇടയാകുകയും ചെയ്യുമായിരുന്നു. സ്ത്രീയെ വിട്ടയക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ എതിരാളി എന്നും ദോഷം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു എന്നും ശത്രുക്കൾ മുദ്രയിടിക്കുമായിരുന്നു. ഇങ്ങനെ യേശു കുരുക്കപ്പെടുമെന്ന് മതഭരണാധികാരികൾ തീർച്ചപ്പെടുത്തി. ഈ മറ്റുള്ളവരെ കുരുക്കുവാൻ ശ്രമിക്കുന്നവരുടെ ഒരു വലിയ കുഴപ്പമാണിത്. അതായത് എല്ലാ വശങ്ങളും ചിന്തിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കില്ല. യേശു വലയിൽ അകപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ പരാക്രമമെല്ലാം കാണിച്ചത്. വളരെ രസകരമായൊരു നാടകം അവിടെ അരങ്ങേറുകയാണ്. ഈ സ്ത്രീ പരസ്യമായി എതിർക്കുന്നവളെ യേശുവിൻ്റെ മുൻപിലേക്ക് എടുത്തെറിഞ്ഞിരിക്കുകയാണ്. കൂടി വന്നവർക്ക് അവൾ ആയിരിക്കുന്ന ആ വല്ലാത്ത അവസ്ഥയോടോ അവളുടെ അനുഭവത്തോടോ ഒരു സഹതാപവുമില്ല.
അവളുടെ ആ അവസ്ഥയിൽ കുറെ കൂടി താഴ്ത്തിക്കെട്ടുവാൻ എന്ന വണ്ണം ആളുകൾ കൂക്കു വിളിക്കുന്നുണ്ടാകും, ഒന്നല്ലാതാക്കി സംസാരിക്കുന്നുണ്ടാകും, മുരടനക്കുന്നുണ്ടാകും, എത്തി നോക്കുന്നുണ്ടാകും, തോണ്ടുന്നുണ്ടാകും. എന്തും ചെയ്യാമല്ലോ. സാധാരണ ഒരു തെറ്റിൽ പിടിക്കപ്പെടുന്ന വ്യക്തിയോട് പൊതുജനങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ കാട്ടിക്കൂട്ടുന്നത്. എത്രയും അവഹേളിക്കാമോ അത്രയും അവഹേളിക്കും. 10 രൂപ പോക്കറ്റടിച്ച് ഒരു പയ്യനെ കിട്ടാമെങ്കിൽ അവനെ പരസ്യമായി കെട്ടിയിട്ട് വരുന്നവരെല്ലാം ചതയ്ക്കും. അഴിച്ചുവിട്ടാൽ 10 ലക്ഷം മോഷ്ടിക്കുവാനുള്ള വാശി അവനുണ്ടാകത്തക്കവണ്ണം അവനെ അവഹേളിക്കും. എന്നാൽ ഈ ചതയ്ക്കുകയും അടിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർ പോക്കറ്റടിച്ചില്ലെന്നല്ലേ ഉള്ളൂ. കഴുത്ത് വെട്ടുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. തൂക്കത്തിലും അളവിലും വെട്ടിക്കും. ആഹാര സാധനങ്ങളിൽ മായം ചേർത്ത് വിൽക്കും. നാക്കെടുത്താൽ കള്ളമേ പറയൂ. അങ്ങനെ അഴിമതിയുടെ രാജാക്കന്മാരാണ്. വ്യത്യാസം, ഒരാളെ പിടിച്ചു, മറ്റേയാളെ പിടിച്ചില്ല. പിടിച്ചാലും രക്ഷപ്പെടാൻ അറിയാം, അത്രമാത്രം. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറ്റം ചെയ്തവർ പിടിക്കപ്പെട്ടാൽ ശിക്ഷിക്കുവാൻ ധൃതി കൂട്ടുന്നവർ ഒട്ടുമുക്കാലും അതേ കുറ്റത്തിൽ കുറ്റബോധമുള്ളവരായിരിക്കും. ശരിയാണോ? ഈ സംഭവത്തിലും നാം കാണുവാൻ പോകുന്നത് അതുതന്നെയാണ്. നാം വായിക്കുന്നത് യേശു കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നത്രേ. രസമായിരിക്കുന്നില്ലേ? വാസ്തവത്തിൽ അവൻ ആ കേസ് വിട്ടുകളഞ്ഞു. അവളെ കുറ്റപ്പെടുത്തുന്നവരോട് അവൻ ചേരുവാൻ പോകുന്നില്ല. അവളുടെ പ്രയാസം കൂട്ടുവാൻ തക്കവണ്ണം അവളെ നോക്കുവാൻ പോലും യേശു തുനിഞ്ഞു കാണില്ല. അവളെ ചോദ്യം ചെയ്ത് വിഷമിപ്പിച്ചും കാണില്ല. അവർ പറയുന്നതൊന്നും കേൾക്കുന്നുപോലും ഇല്ല എന്ന വിധത്തിൽ അവൻ കുനിഞ്ഞ് നിലത്തിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. യേശു എന്തെങ്കിലും എഴുതിയതായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ഭാഗം ഇതാകുന്നു. രസമാണ്. ഇന്നോളം ജീവിച്ചിട്ടുള്ള ഏത് മനുഷ്യനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതിൽ വെച്ച് അധികം ക്രിസ്തുവിനെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അവനെ അനുകൂലിച്ചാണെങ്കിലും ശരി, അവനെതിരാണെങ്കിലും ശരി, അവനെക്കുറിച്ച് എഴുതിയിട്ടുള്ളിടത്തോളം മറ്റാരെയും കുറിച്ച് ഇന്നോളം എഴുതിയിട്ടില്ല. എന്നിട്ടും ഈ ദേവാലയ മുറ്റത്തെ മണ്ണിൽ അന്ന് അവൻ എഴുതിയ ഏതാനും അക്ഷരങ്ങളല്ലാതെ അവൻ സ്വന്തമായി മറ്റൊന്നും എഴുതിയതായി രേഖയില്ല. അങ്ങനെ അവൻ എഴുതിയതോ കാറ്റോ മനുഷ്യന്റെ കാൽപാദങ്ങളോ മായ്ച്ചു കളഞ്ഞ ആ മണ്ണിൽ എഴുതിയ കാര്യം മാത്രം. അവൻ എന്തായിരിക്കും എഴുതിയത്? സത്യം പറയണമല്ലോ, എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞാൽ എനിക്കതിൽ സംശയമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ചില അഭിപ്രായങ്ങൾ പറയുന്നതിൽ താങ്കൾക്ക് പരിഭവമില്ലല്ലോ. പ്രവാചകന്മാരുടെ എഴുത്തുകൾ പരിശോധിക്കുമ്പോൾ വളരെ രസകരമായ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. ഈ സംഭവത്തിൽ ആരാണ് വാസ്തവത്തിൽ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞത്? ഈ സ്ത്രീയാണോ? അതെ, അവൾ യഹോവയെ ഉപേക്ഷിച്ചു. മതനേതാക്കന്മാർ? അതെ, അവരും യഹോവയെ ഉപേക്ഷിച്ചു. അവരുടെ പേരുകളാണ് മണ്ണിൽ എഴുതി വെക്കുന്നത്. അവരുടെ പേരുകളും അതോട് ചേർത്ത് അവരുടെ പഴയ പാപങ്ങളുമായിരിക്കും യേശു എഴുതിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. റോമിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ പേര് യേശു എഴുതി കാണും. അവിടെ ഇപ്പോൾ നിൽക്കുന്നവരിൽ പ്രായം ചെന്ന, ഇപ്പോൾ ഭക്തനായി നടിക്കുന്ന ഒരു പരീശന് പണ്ട് തൻ്റെ യൗവനകാലത്ത് റോമിൽ ഒരു ബന്ധമുണ്ടായിരുന്നിരിക്കും. അതെ, ഒരു അവിഹിത ബന്ധം. അവൻ്റെ ഭാര്യയ്ക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. യെരുശലേമിൽ ആർക്കും ആ ബന്ധപ്പെടൽ അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്തനായി നടിക്കുന്ന ഈ പ്രായം ചെന്ന മനുഷ്യന്റെ സകല കാര്യങ്ങളും കർത്താവിനറിയാം. അവൻ്റെ തെറ്റുകൾ അവൻ ഇതുവരെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ല എന്നും കർത്താവിനറിയാമായിരുന്നു. യേശു റോമിലെ ആ സ്ത്രീയുടെ പേര് മണ്ണിൽ എഴുതിയപ്പോൾ ഈ വല്യപ്പച്ചൻ അടുത്ത് വന്ന് നോക്കിക്കാണും. അന്നേരമാണ് അവൻ ഓർത്തത്, അവിടെ നിൽക്കുവാൻ അവന് സമയമില്ല. അന്നേരം ആരെയോ കാണാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോലും. നോക്കണേ, അങ്ങനെ അയാൾ ഒറ്റ ഓട്ടം. ഒരുപക്ഷെ അവരിൽ ഒരു ശാസ്ത്രി എഫെസോസിലേക്ക് മിക്കവാറും പോകുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കും. മ്ലേച്ഛതയുടെ കേളീരംഗമായിരുന്നു അക്കാലത്ത് എഫെസോസ്. അവിടെ ഈ ശാസ്ത്രി സന്ദർശിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ് യേശു മണ്ണിൽ എഴുതി കാണും. ഈ ശാസ്ത്രി അതേലോട്ടൊന്ന് നോക്കിയിട്ട് ഭയങ്കരം എന്ന് പറഞ്ഞിട്ട് ധൃതിയിൽ പോയി കാണും. വേറൊരു ശാസ്ത്രി പണ്ട് ഗലീലയിൽ ഒരു പെൺകുട്ടിയെ വശീകരിച്ച് അവൾ ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ അവളെ വിവാഹം കഴിക്കാതെ മാറിക്കളഞ്ഞു.
അവൻ കരുതിയിരുന്നത് ഇതാരും അറിഞ്ഞില്ല എന്നത്രേ. നമ്മുടെ കർത്താവ് ആ പെൺകുട്ടിയുടെ പേര് നിലത്തെ മണ്ണിൽ എഴുതിയിട്ട് അതോട് ചേർത്ത് ഈ ശാസ്ത്രിയുടെ പേരും എഴുതി കാണും. അങ്ങനെ ഞാൻ ഊഹിക്കുവാൻ പോയാൽ അതിനെ ഇനി സമയം കാണും. മറ്റുള്ളവരെ കല്ലെറിയുന്നവരുടെ യഥാർത്ഥ ചിത്രം യേശു ഇവിടെ കാണിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പാടി, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നുവെന്ന്. 90-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം. ഭൂമിയിലെ രഹസ്യ പാപങ്ങൾ സ്വർഗത്തിലെ തുറന്ന പുസ്തകമായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം വളരെ സൂക്ഷിക്കണം. ഇങ്ങനെ പാപം മറച്ചുകൊണ്ട് നടക്കുന്നതിനാൽ ഉണ്ടാകുന്ന പ്രശ്നം കൂടി നമുക്കിവിടെ കാണുവാൻ കഴിയും. 7, 8, 9 വാക്യങ്ങൾ. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. ഒരു വിധികർത്താവായിരിക്കുന്നതിനുള്ള യോഗ്യതകൾ യേശു ഇവിടെ പറയുന്നു. നാം എല്ലാവരും കേൾക്കേണ്ടതായിട്ടുള്ള ഏതാനും കാര്യങ്ങളാണവ. മറ്റുള്ളവരെ വിധിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട്. എന്നാൽ അതിനാവശ്യമായ യോഗ്യത നാം പ്രാപിച്ചിരിക്കണം. ആ യോഗ്യത പാപമില്ലായ്മയാണ്. തെറ്റില്ലാത്ത നമ്മുടെ ജീവിതം, കുറവുകളില്ലാത്ത അവസ്ഥ. എൻ്റെ പ്രിയ സുഹൃത്തെ, ഞാൻ പറയട്ടെ, താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഈ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കല്ലെറിയുന്ന ആ പരിപാടിയിൽ നിന്നും ഞാൻ വെളിയിലാക്കപ്പെടും. അല്ലെങ്കിൽ ഞാൻ മാറിപ്പോകേണ്ടി വരുമെന്ന് ചുരുക്കം. ഒരു വ്യാഖ്യാതാവ് പറഞ്ഞു, മൂത്തവർ ആദ്യം സ്ഥലം വിട്ടു. കാരണം അവർ ഇളയവരെക്കാൾ കൂടുതൽ കുറ്റബോധമുള്ളവരായിരുന്നു. ഇളയവർ അവിടെ ചുറ്റി നിന്നു. ഒടുവിൽ അവരുടെ പേരും എഴുതി കണ്ടപ്പോൾ അവരും പോയി. അങ്ങനെ ആ സ്ത്രീ തന്നെ കല്ലെറിയുവാൻ കഴിവുള്ള ഒരു വ്യക്തി മാത്രം മുൻപിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ തനിയെയായി. യേശുവിന് മാത്രമേ അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. മറ്റെല്ലാവരും മുങ്ങിക്കളഞ്ഞു. എത്ര വലിയ കപടഭക്തിക്കാരായിരുന്നു അവരെന്ന് ഓർക്കണം. ബാഹ്യമായ കുറ്റത്തിൻ്റെ അഭാവം പാപമില്ലായ്മയായി ഗണിച്ചുകൂടാ എന്ന് ഇതിനാൽ തെളിയുന്നു. ന്യായപ്രമാണം ദൃശ്യമായതിനെ കൈകാര്യം ചെയ്യുമ്പോൾ സുവിശേഷം ആത്മാവിൻ്റെ അന്തർഭാഗത്തേക്ക് തുളച്ചു ചെല്ലുന്നു. എത്ര വലിയൊരു പാഠം നമുക്കിവിടെ ലഭിക്കുന്നു. 10-11 വാക്യങ്ങൾ. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഈ സ്ത്രീ പാപം ചെയ്ത കുറ്റക്കാരിയായിരുന്നു. മോശ നൽകിയ ന്യായപ്രമാണപ്രകാരം ഒരു വ്യഭിചാരിണി മരണശിക്ഷ അനുഭവിക്കേണ്ടതാണ്. യേശു മോശയുടെ പ്രമാണത്തെ തിരുത്തുകയാണോ? ഒരിക്കലുമല്ല. യേശു തൻ്റെ ക്രൂശ് ആ സ്ത്രീക്കും അവളുടെ പാപത്തിനും ഇടയിൽ വയ്ക്കുകയാണ്. അതെ, ഈ വ്യക്തി കന്യകയിൽ നിന്ന് ജനിച്ചവൻ, ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവൻ, ഈ സ്ത്രീയുടെ പാപത്തിൻ്റെ പോലും ശിക്ഷ വഹിക്കുവാനായി ക്രൂശിങ്കിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിലേക്ക് അവൻ വന്നത് ലോകത്തെ കുറ്റം വിധിക്കുവാനല്ല, ഈ സ്ത്രീയെ ന്യായം വിധിക്കുവാനല്ല യേശു വന്നത്. ഒരു രക്ഷകനായിരിക്കുവാനാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത്. 12-ാം വാക്യത്തിലേക്ക് വരാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 7-8 അധ്യായങ്ങൾ കൂടാരപ്പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാകുന്നു എന്ന്. 7-ാം അധ്യായം മുഴുവൻ വിഷയം അതാണ്. അതിനിടെ ഒരു സംഭവം കയറി വന്നു. അതാണ് നാം പഠിച്ചു കഴിഞ്ഞത്. കൂടാരപ്പെരുന്നാളിൻ്റെ ആദ്യ രാത്രികളിൽ സ്ത്രീകളുടെ പ്രാകാരത്തിലുള്ള വിളക്ക് തണ്ടുകൾ കത്തിക്കുകയും അവ വലിയ വെളിച്ചം പരത്തുകയും ചെയ്തിരുന്നു. സ്ത്രീകളുടെ പ്രാകാരത്തിലാണ് ഭണ്ഡാരം. ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയിൽ അവരെ അനുഗമിച്ച അഗ്നിസ്തംഭത്തെ അനുസ്മരിപ്പിക്കുന്നതിനാണ് ഈ വിളക്കുകൾ കത്തിച്ചത്. ഇത് നോക്കിക്കൊണ്ടായിരിക്കും കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ഞാൻ ആകുന്നു എന്ന് യേശു പറയുന്നത് ശ്രദ്ധിച്ചാലും ഈ ഞാൻ ആകുന്നു എന്ന പ്രയോഗം വീണ്ടും വീണ്ടും കാണപ്പെടുന്നു. പഴയ നിയമത്തിലെ യഹോവയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞത്. തുറന്നു പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. അവിടുന്ന് സ്വയംഭൂവാകുന്നു എന്ന് നമുക്കറിയാം. അവന് സകല ജ്ഞാനവും ശക്തിയും ഉണ്ടെന്നും നമുക്കറിയാം.
കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മാത്രമല്ല, പിന്നെയോ മനുഷ്യന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കൂടിയാണ്. സാധാരണ സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന വസ്തുക്കളെ ഉപയോഗിച്ച് യേശു നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നു. അതായത് അപ്പം, വെളിച്ചം, വെള്ളം എന്നിവ തൻ്റെ പ്രതീകങ്ങളായി ഉപയോഗിച്ച് അവൻ സംസാരിക്കുന്നു. ഈ അസാധാരണമായതിനെക്കുറിച്ച് സംസാരിക്കുവാൻ അവൻ സാധാരണമായതിനെ ഉപയോഗിക്കുന്നു. ആത്മീയമായതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഭൗതികമായത്, നിത്യമായതിനെക്കുറിച്ച് സംസാരിക്കുവാൻ അനിത്യമായത്, ഇതിനപ്പുറമുള്ളതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇവിടെ ഇപ്പോൾ ഉള്ളത്, സ്വർഗീയമായതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഭൗമികമായത്, അതിരറ്റതിനെക്കുറിച്ച് സംസാരിക്കുവാൻ അതിലുള്ള വകകളെ ഉപയോഗിക്കുന്നു. താൻ അപ്പമാകുന്നു എന്നും താൻ ജലമാകുന്നു എന്നും താൻ ആകുന്നു ജീവനെന്നും യേശു പ്രസ്താവിക്കുമ്പോൾ യേശു നമുക്ക് ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടാകുന്നു നൽകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം സ്വയംഭൂവായത് മാത്രമല്ല, അവിടുന്ന് നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു എന്നത്രേ. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് 6-ാം അധ്യായത്തിന് 35-ാം വാക്യം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഇപ്പോൾ നാം വായിച്ച 12-ാം വാക്യത്തിൽ കണ്ടു. ഞാൻ വാതിലാകുന്നു എന്ന് 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കാണുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കാണുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ കാണുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കാണുന്നു. ഒടുവിലായി ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്ന് 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കാണുന്നു. ഇവിടെ യേശു പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നത്രേ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും വലിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും പാപം യേശു വെളിപ്പെടുത്തിയതേയുള്ളൂ. ആ സ്ത്രീയെപ്പോലെ തന്നെ അവരും കുറ്റക്കാരായതിനാൽ അവിടെ നിന്നും അവർ ഓടേണ്ടതായി വന്നു. ഒരു മുറിയിലെ ലൈറ്റ് പ്രകാശിപ്പിക്കുമ്പോൾ അതുവരെ അതിനകത്ത് സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന ചിലന്തിയും എലികളും നരിച്ചീറുകളും മൂട്ടയും എല്ലാം ഓടിമറയും. അതാണല്ലോ പതിവ്. വെളിച്ചം പാപത്തെ വെളിപ്പെടുത്തുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ മുൻപിൽ നിന്നും ഓടിമറയേണ്ടതായി വന്നതിൻ്റെ കാരണം അതത്രേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതുവരെ യേശു ചെയ്തിട്ടുള്ളതിലേക്കും ഉന്നതമായ അവകാശവാദമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളത്. യോഹന്നാൻ ദൈവത്തിന് നൽകുന്ന നിർവചനങ്ങളിൽ ഒന്നത്രേ അവൻ വെളിച്ചമാകുന്നു എന്നുള്ളത്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. തൻ്റെ വിശുദ്ധിയിലും നീതിയിലും അവൻ സമ്പൂർണനാണ്. ഭൗതികമായ വെളിച്ചം വളരെയേറെ സങ്കീർണമായ സംഗതികളിൽ ഒന്നായിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം ആവശ്യം ഉള്ളതുമാണ്. അതെന്താകുന്നു എന്ന് വാസ്തവത്തിൽ ആർക്കാണ് അറിയാവുന്നത്? ചിലപ്പോൾ തരംഗങ്ങളായി അത് പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ പദാർത്ഥത്തിൻ്റെ കണികകളായി പ്രവർത്തിക്കുന്നു. ഇതിനകത്ത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുത എന്തെന്നാൽ ഈ 2 പ്രമാണത്തിന്മേലും പ്രവർത്തിക്കുന്ന മനുഷ്യർ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുമുണ്ട് എന്നതത്രേ. ചിലർ പറയുന്നത് ഈ പറയുന്നത് 2ഉം ശരിയാകുന്നു എന്നത്രേ. അതേസമയം വേറൊരു കൂട്ടം വാദിക്കുന്നത് 2ഉം കൂടി ഒരിക്കലും ശരിയാകയില്ല എന്നാണ്. അന്ധകാരം ഇല്ലാത്ത അവസ്ഥയ്ക്കാണോ വെളിച്ചമെന്ന് പറയുന്നത്? ഒരു മുറിയിൽ പ്രകാശം നിറഞ്ഞിരിക്കുന്നു എന്ന് നാം പറയാറുണ്ട്. അതുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത്? ആ മുറിയിൽ വെളിച്ചം നിറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഭാരക്കൂടുതൽ ഉണ്ടാകുമോ? വെളിച്ചമില്ലാതെ നിറങ്ങൾ എന്നൊന്നുണ്ടായിരിക്കില്ല. ചുവന്ന റോസാപുഷ്പം ചുവന്നിരിക്കുന്നതിൻ്റെ കാരണം പ്രകാശത്തിലെ ചുവപ്പ് ഒഴിച്ച് മറ്റെല്ലാ ഭാഗങ്ങളും ആ പുഷ്പം ആഗീരണം ചെയ്തതിനാലാണ്. ചുവന്ന റോസാപ്പൂവിൻ്റെ ചുവപ്പ് കാണുവാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ടത്രേ. പ്രകാശത്തെ മനസ്സിലാക്കുവാൻ നമ്മെക്കൊണ്ട് കഴിയില്ല. ഒരു കുട്ടിക്ക് പ്രകാശത്തെ ഗ്രഹിക്കുവാൻ കഴിയില്ല എന്നതും തീർച്ചയാണ്. എന്നാൽ ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മുറിയിലെ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യണമെന്നത് ആ കുട്ടിക്കറിയാം. യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ഭൂമിയുടെ ഭൗതിക പ്രകാശം സൂര്യനായിരിക്കുന്നത് പോലെ യേശുക്രിസ്തു ആത്മിക പ്രകാശമാകുന്നു. പ്രകാശത്തിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത ഒരു ചെറിയ കുട്ടിക്ക് മനസ്സിലാകുന്നത് പോലെ ഇന്ന് ഏതൊരു പാപിയും അവനൊരു വഴിപോക്കനും ഭോഷനും ആയിരുന്നാൽ പോലും യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാവുന്നതാണ്. ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നതിനെ തള്ളിക്കളയുന്നവരുണ്ട്. അവർ കുറഞ്ഞൊരു പ്രകാശത്തിലാണ് നടക്കുന്നത്. തന്നിൽ തന്നെ പ്രകാശമില്ലാത്തതും എന്നാൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ചന്ദ്രനെ പോലെ നാം ഇന്നായിരിക്കുന്ന നാഗരികത
എല്ലാം ക്രിസ്തുവിനോട് കടംപെട്ടിരിക്കുന്നു. നമുക്ക് ആശുപത്രികളുണ്ട്, ധർമ്മ സ്ഥാപനങ്ങളുണ്ട്, അനാഥാലയങ്ങളുണ്ട്, അഗതി മന്ദിരങ്ങളുണ്ട്, പാവങ്ങളെ കരുതുവാനുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, തൊഴിലാളികളുടെ അവകാശങ്ങളുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്നതുകൊണ്ട് ലഭിച്ചതാണ്. ഈ രംഗങ്ങളിലെല്ലാം നമുക്കിന്ന് പ്രശ്നം ഉള്ളതിന് കാരണം വെളിച്ചത്തിൽ നിന്നും നാം വളരെ ദൂരെ അലഞ്ഞു തിരിയുകയാണ് സുഹൃത്തെ. ഇതല്ലേ സത്യം? പണ്ടായിരുന്നതുപോലെ ലോകം ഇന്ന് പിന്നെയും ചന്ദ്രന്റെ പ്രകാശത്തിൽ മാത്രമാണ് നടക്കുന്നത്. ഈ പാവം പഴയ ലോകം എങ്ങനെ യഥാർത്ഥ വെളിച്ചമാകുന്ന ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരും? അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യൻ, സ്വന്തം സഹോദരങ്ങളെ കൊന്നൊടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്ന മനുഷ്യൻ, സ്വന്തം മക്കളെയും സഹോദരിമാരെയും മാനഭംഗപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന മനുഷ്യൻ, ഈ ജനം വെളിച്ചം എന്ന് കാണും. വെളിച്ചത്തിലേക്ക് ആരവരെ നയിക്കും? ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പഠനം നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയും മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.